നമസ്കാരം. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ വാർഷിക ദിനത്തിൽ നാഷണൽ കോൺഫറൻസ് MP മുഹമ്മദ് റംസാൻ നടത്തിയ വിവാദ പ്രസ്താവന രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിനെ ഒരു പ്രത്യേക രാജ്യമായി വിശേഷിപ്പിക്കുകയും അതിലെ കാര്യങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരാണ് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് കടുത്ത രാജ്യവിരുദ്ധ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ശക്തമായ നിലപാടുകളും നാഷണൽ കോൺഫറൻസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാവുകയാണ്. ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത് എന്നത് ഗൗരവകരമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും ഈ രാഷ്ട്രീയ സാഹചര്യത്തിന് പുതിയ മാനദണ്ഡങ്ങൾ നൽകുന്നുമുണ്ട്. അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും ഉയർന്ന വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ അവിടുത്തെ ജനങ്ങൾ നിരന്തരം തെരുവിൽ സമരത്തിലാണ്. പാകിസ്ഥാൻ സർക്കാരിൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കും വിവേചനപരമായ ഭരണത്തിനുമെതിരെ ശക്തമായ ജനവികാരം അലയടിക്കുമ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരാണ് ഉത്തരവാദി എന്ന തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പുറത്തു വന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇത് പ്രദേശത്തെ രാഷ്ട്രീയ അസ്ഥിരത കൂടുതൽ രൂക്ഷമാക്കുകയാണ്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന രാജ്യത്തിൻ്റെ പരമ്പരാഗതവും ഔദ്യോഗികവുമായ നിലപാടിനെ തികച്ചും നിരാകരിക്കുന്ന തരത്തിലാണ് നാഷണൽ കോൺഫറൻസ് MP മുഹമ്മദ് റംസാൻ സംസാരിച്ചത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരമൊരു പരാമർശം നടത്തിയത് യാദൃച്ഛികമല്ല. പാക് അധിനിവേശ കാശ്മീരിന് പ്രത്യേക പരമാധികാരമുണ്ടെന്ന രീതിയിലുള്ള പ്രസ്താവന അതിർത്തിക്കപ്പുറത്തുള്ള വിഘടനവാദി ശക്തികൾക്ക് ഊർജം പകരുന്നതാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP ജമ്മു കാശ്മീരിലെ ഓരോ സംഭവ വികാസങ്ങളെയും തങ്ങളുടെ ദേശീയ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി കൃത്യമായി ഉപയോഗപ്പെടുത്താറുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കാശ്മീരിൽ പൂർണ്ണ സമാധാനം കൊണ്ടുവന്നുവെന്ന് BJP ആവർത്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ലെന്നതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. 1994 ഇന്ത്യൻ പാർലമെൻറ്റ് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയമനുസരിച്ച് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ തികച്ചും അവിഭാജ്യമായ ഘടകമാണ്. നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഭൂപ്രദേശം തിരിച്ചു പിടിക്കേണ്ടത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കാര്യവുമാണ്. ഈ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിൽ ഒരു ഇന്ത്യൻ MP സംസാരിക്കുന്നത് ഗുരുതരമായ നിലപാടില്ലായ്മയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മുറിവേൽപ്പിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒമർ അബ്ദുള്ള സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഒന്നാണിത്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന MP തന്നെ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ സർക്കാരിനും നാഷണൽ കോൺഫറൻസിനും ഇതിൽ നിന്ന് എളുപ്പത്തിൽ കൈകഴുകാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരുമായി സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒമർ അബ്ദുള്ളയ്ക്ക് MPയുടെ പ്രസ്താവന വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. പ്രാദേശിക വികാരങ്ങളെയും ദേശീയ നിലപാടുകളെയും ഒരേ സമയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് നേതൃത്വം. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നാണ് പ്രാദേശിക നേതാക്കളുടെ വാദം. പ്രത്യേക പദവി എടുത്തു മാറ്റിയത് കാശ്മീരിൻ്റെ സ്വത്വത്തെ ബാധിച്ചുവെന്ന വികാരം ഇപ്പോഴും ശക്തമാണ്. എങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ജനാധിപത്യപരമായ നിലപാടുകൾക്ക് പകരം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് വിഷയം കൂടുതൽ സങ്കീർണമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. കാശ്മീരിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളിൽ നിന്ന് വരുന്ന ഇത്തരം വിവാദ പരാമർശങ്ങൾ തീവ്രവാദ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് പുതിയ ഇന്ധനം നൽകും. പാകിസ്ഥാന്റെ നിലപാടുകളെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് ശക്തി കൂട്ടും. കാശ്മീരിലെ യുവാക്കളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ കാരണമാകുന്ന ഭയം സുരക്ഷാ മേഖലയിലുള്ളവർക്കുമുണ്ട്. ജമ്മു കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നാഷണൽ കോൺഫറൻസും മറ്റ് പ്രാദേശിക പാർട്ടികളും ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകളും രാഷ്ട്രീയ അസ്ഥിരതയും ചൂണ്ടിക്കാട്ടി സംസ്ഥാന പദവി നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. കേന്ദ്രഭരണ പ്രദേശമായി തുടരുന്നതിലൂടെ കാശ്മീരിലെ കേന്ദ്ര നിയന്ത്രണം ശക്തമായി തുടരുമെന്നതും ജനപ്രതിനിധികളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതും ഇതിൻ്റെ അനന്തര ഫലങ്ങളാണ്. ദേശീയ സുരക്ഷയെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഏത് വശത്തു നിന്നായാലും അപലപനീയമാണ്.
ഭരണപക്ഷം തങ്ങളുടെ നിലപാടുകളെ സ്ഥിരീകരിക്കാൻ ഇത്തരം പ്രസ്താവനകളെ ഉപയോഗിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരവാദിത്തമില്ലാത്ത പരാമർശങ്ങളിലൂടെ ഔദ്യോഗിക നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും ഐക്യത്തോടെയുമുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്. എംപിയുടെ പ്രസ്താവനയ്ക്കെതിരെ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമുയരുമ്പോഴും നാഷണൽ കോൺഫറൻസ് ഔദ്യോഗികമായി വ്യക്തമായ മറുപടി നൽകാൻ വൈകുന്നത് തിരിച്ചടിയുമാകുന്നുണ്ട്. ഈ മൗനം എംപിയുടെ നിലപാടിനെ പാർട്ടി പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന സംശയവും ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. പ്രസ്താവനയെ തള്ളിപ്പറയാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും പാർട്ടി തയ്യാറാകാത്ത പക്ഷം ദേശീയ തലത്തിൽ അവരുടെ രാഷ്ട്രീയ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടും. ഈ സംഭവം ജമ്മുകാശ്മീരിലെ മാത്രം വിഷയമല്ല, രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും ദേശീയ സുരക്ഷയും സംബന്ധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ നിരാകരിക്കാനുള്ള അനുവാദമല്ലെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പാർലമെന്റിലും ദേശീയ രാഷ്ട്രീയത്തിലും ഈ വിഷയം കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടുതൽ ആക്കം കൂട്ടും. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ആർട്ടിക്കിൾ 370 ചൊല്ലിയുള്ള ചർച്ചകളും ശക്തമാകുന്നതിനിടയിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ നീക്കങ്ങളെ രാഷ്ട്രീയമായി ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങൾ വന്നിട്ടില്ല എങ്കിലും എംപിയുടെ ഈ ഒരു നിലപാട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇതൊരു വെറും പ്രസ്താവന വിവാദമല്ല, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന, ഒപ്പം അത് മുതലെടുത്ത് തങ്ങളുടെ വോട്ട് ബാങ്ക് സേഫാക്കാൻ ശ്രമിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയക്കാരുടെ നാടകമാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെടുന്നത് കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ സമാധാനവും രാജ്യത്തിൻ്റെ സുരക്ഷയുമാണ്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ആർട്ടിക്കിൾ 370 ചൊല്ലിയുള്ള ചർച്ചകളും ശക്തമാകുന്നതിനിടയിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായ ഇത്തരം നീക്കങ്ങളെ രാഷ്ട്രീയമായി ശക്തമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങൾ വന്നിട്ടില്ല എങ്കിലും എംപിയുടെ ഈ നിലപാട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭരണകൂടങ്ങൾ തയ്യാറാകത്തിടത്തോളം കാലം കാശ്മീർ ഒരു രാഷ്ട്രീയ പന്തായി തന്നെ തുടരുമെന്നതിൽ സംശയമില്ല. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ശക്തമായ നിലപാടുകളും നാഷണൽ കോൺഫറൻസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാവുകയാണ്. ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നതെന്നതും ഗൗരവകരമാണ്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ വിഘടനവാദി ശക്തികൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ആർട്ടിക്കിൾ 370 ചൊല്ലിയുള്ള ചർച്ചകളും ശക്തമാകുന്നതിനിടയിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായ നീക്കങ്ങളെ രാഷ്ട്രീയമായി ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങൾ വന്നിട്ടില്ല എങ്കിലും എംപിയുടെ ഈ ഒരു നിലപാട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഉയർന്ന വിലക്കയറ്റത്തിനും അവകാശ നിഷേധങ്ങൾക്കുമെതിരായി നിരന്തരം തെരുവിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ വിവേചനപരമായ നയങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധാഗ്നിയിൽ എരിയുന്ന വേളയിൽ ഇത്തരം വിവാദ പരാമർശങ്ങൾ വരുന്നത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള ഭരണകൂട നടപടികളും ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒത്തുചേരുമ്പോൾ മാത്രമേ കാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ശാശ്വതമായ വ്യക്തതയും സമാധാനവും കൈവരികയുള്ളൂ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.